അവിടെ ചെന്നു, ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. എനിക്കൊന്നിനും മടിയില്ലായിരുന്നു. അവരുടെ തല ചീവി കൊടുത്തു, ബാത്റൂം കഴുകി. ഇതൊക്കെ ഞാൻ അവിടുത്തെ മെയിൻ ആൻറ്റി കാണാതെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആൻറ്റി സമ്മതിക്കത്തില്ല. പക്ഷേ എന്തോ എനിക്കതൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടി. ഞാൻ ഇഷ്ടത്തോടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ പറ്റുമ്പോഴെല്ലാം ഞാൻ വന്ന് കൃപാസന പത്രം വാങ്ങി വിശ്വാസ പ്രമാണം എഴുതി തന്നെ ഞാൻ കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ പഠിത്തം ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പഠിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റാണ്. 4 മണിക്കൂർ 100 ക്വസ്റ്റ്യൻ ചെയ്യണം. അതും വലിയ 3, ഞങ്ങൾ പഠിക്കുമ്പോൾ 5 ടെക്സ്റ്റാണ്, എക്സാമിന് 3 ടെക്സ്റ്റാണ്. ഇത് നോക്കി കോഡ് എടുക്കണം. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. എഴുതിയവരെല്ലാവരും തോക്കുവാണ്. അതിനകത്ത് IAS വരെ പഠിച്ചൊരു കൊച്ചുണ്ടായിരുന്നു, അവൾ വരെ ഫെയിലായി. പക്ഷെ ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന്. ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യും. 100 ക്വസ്റ്റ്യനാണ് ആക്ച്വലി ചെയ്യേണ്ടത് ഒറ്റ ഇരിപ്പിൽ. ഞാൻ ആകെ ചെയ്യുന്നത് 3-4 ക്വസ്റ്റ്യൻ ചെയ്യും, വചനം എഴുതും. ഞാൻ ഈ ഒരു മര്യാദ ഉടമ്പടി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മാസമേ ആവുന്നുള്ളൂ.